രാമായണ ദ ഇൻട്രൊഡക്ഷൻ എന്ന ഇന്ത്യൻ ഇതിഹാസ ചിത്രത്തിന്റെ ഗ്രാൻഡ് പ്രൊമോ ലോഞ്ച് നടന്നു. രൺബീർ കപൂറും യാഷും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണിത്. ശ്രീരാമനും രാവണനും തമ്മിലുള്ള ഐതിഹാസിക യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും പുത്തൻ കാഴ്ചകളിലൂടെ ഒരു മറക്കാനാവാത്ത ദൃശ്യാനുഭവമായാണ് പ്രേക്ഷകരിലേക്ക് എത്തുക. നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന ചിത്രം നമിത് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസും യാഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത്. 835 കോടി രൂപ ബജറ്റിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഐമാക്സിൽ ചിത്രീകരിക്കപ്പെടുന്ന രാമായണം സിനിമയുടെ 1ഉം 2ഉം ഭാഗങ്ങൾ 2026, 27 ദീപാവലി റിലീസുകളായാണ് എത്തുന്നത്. AGS രചനയും സംവിധാനവും നിർവഹിക്കുന്ന പട്ടായ കഥ എന്ന ചിത്രത്തിലെ ഗാനം പുറത്തിറങ്ങി. മ്യൂസിക് സോണിലൂടെയാണ് ഗാനം പുറത്തിറങ്ങിയത്. അരവിന്ദ് രാജ് PR ആണ് സംഗീതം. അരവിന്ദ് രാജും ശ്രുതി ശിവദാസും എന്നിവർ ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. മൂൺലൈറ്റ് ക്രിയേഷൻസ് ആൻഡ് അമേസിംഗ് സിനിമാസ് എന്ന ബാനറിൽ ബൈജു P. ജോൺ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രം ജൂലൈയിൽ തിയേറ്ററുകളിലെത്തും. பார்வை கதை பேசும் காவியமாய் வந்தேனோ வெட்டக்காரி இதயம் தூண்டி விட்டு கதை சொல்லி துருகிறார் குலு 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 வெட்டக்காரி. പോക്സോ കേസിൽ പ്രതിയായ നൃത്ത സംവിധായകൻ ജാനി മാസ്റ്ററോടൊപ്പം പ്രവർത്തിച്ചതിന് തമിഴ് സംവിധായകൻ വിഘ്നേഷ് ശിവനും നടിയും നിർമ്മാതാവുമായ നയൻതാരയ്ക്കും വിമർശനം. വിഘ്നേഷ് ശിവൻ തന്റെ വരാനിരിക്കുന്ന ചിത്രമായ ലവ് ഇൻഷുറൻസ് കമ്പനിയിൽ ജാനി മാസ്റ്ററുമായുള്ള സഹകരണം സ്ഥിരീകരിച്ച് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പോസ്റ്റ് ചെയ്തതോടെയാണ് വിവാദം ആരംഭിച്ചത്. ലവ് ഇൻഷുറൻസ് കമ്പനിയുടെ സെറ്റിൽ വിഘ്നേഷ് ശിവനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോയും ജാനി മാസ്റ്റർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. മണിരത്നം സംവിധാനം ചെയ്ത ഗാങ്സ്റ്റർ ചിത്രം തക് ലൈഫ് OTT സ്ട്രീമിംഗ് ആരംഭിച്ചു. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം ലഭ്യമാവുക. കമൽഹാസൻ, സിലംബരസൻ, തൃഷ, ജോജു ജോർജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു. തിയേറ്ററുകളിൽ വിചാരിച്ച വിജയം നേടാൻ തക് ലൈഫിന് കഴിഞ്ഞിരുന്നില്ല. OTT റിലീസോടെ കൂടുതൽ പ്രേക്ഷകർ ചിത്രം ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിന്റെ റെക്കോർഡുകൾ തകർത്ത് കൊറിയൻ വെബ് സീരീസായ സ്ക്വിഡ് ഗെയിമിന്റെ 3ാം സീസൺ. 3 ദിവസം കൊണ്ട് 60.1 ബില്യൺ വ്യൂസ് നേടാൻ സ്ക്വിഡ് ഗെയിം 3ാം സീസണായി. ഇതോടെ പുതിയ സീസൺ നെറ്റ്ഫ്ലിക്സിന്റെ എക്കാലത്തെയും ഏറ്റവും ജനപ്രിയമായ ഇംഗ്ലീഷ് ഇതര TV പരമ്പരകളുടെ പട്ടികയിൽ 9ാം സ്ഥാനത്തേക്കെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പരമ്പര പ്രദർശനത്തിനെത്തിയത്. അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട ചിത്രം 50ാം ദിവസം OTTയിൽ. ടൊവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം ജൂലൈ 11-നാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ചിത്രം മെയ് 23-നാണ് തിയേറ്ററുകളിലെത്തിയത്. ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്ന് നിർമ്മിക്കുന്ന ധീരൻ എന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ജൂലൈ 4 വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത്. ഭീഷ്മപർവം എന്ന മെഗാ ഹിറ്റ് ചിത്രത്തിന്റെ രചനയിലൂടെ ശ്രദ്ധ നേടിയ ദേവദത്തിന്റെ സംവിധാനത്തിലുള്ള അരങ്ങേറ്റം കൂടിയാണ് ചിത്രം. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം രാജേഷ് മാധവനാണെങ്കിലും നിർണായക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജഗദീഷ്, അശോകൻ, മനോജ് K. ജയൻ, വിനീത്, സുധീഷ് എന്നീ സീനിയർ താരങ്ങളുടെ സാന്നിധ്യം വലിയ രീതിയിലാണ് പ്രേക്ഷക പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്.